വാർത്തയിലേക്ക് കടക്കുമ്പോൾ കരമന അഖിൽ കൊലപാതകത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം 2 പേർ കൂടി പിടിയിലായിരുന്നു. അരുൺ ബാബു, അഭിലാഷ എന്നിവരെയാണ് പിടികൂടിയത്. അരുണിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നാണ് കണ്ടെത്തിയത്. ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഞെട്ടിച്ച അരുങ്കൊലയിൽ അന്വേഷണം വേഗത്തിലാക്കുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായി മുഖ്യപ്രതികളടക്കം 7 പേരെയാണ് പോലീസ് ഇതുവരെ പിടികൂടിയത്. മുഖ്യപ്രതി വിനീത് രാജ്, സുമേഷ്, അഖിൽ, കൊലയാളി സംഘം സഞ്ചരിച്ച വാഹനമോടിച്ച അനീഷ്, ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പേരും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായിരുന്നു. ഇവർ റിമാൻഡിലാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് പോലീസ്. മുഖ്യപ്രതികൾ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. പരമാവധി വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അതേസമയം 2019 അനന്തുഗിരീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ വൈകിയതും പ്രതികൾ ജാമ്യത്തിലിറങ്ങി മറ്റൊരു കൃത്യം നടത്തിയതിലും പോലീസിന് നേരെ ഗുരുതര വിമർശനവും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസിന്റെ നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിൽ വൻ തീപിടുത്തം. സ്വകാര്യ പ്ലാസ്റ്റിക് റീസൈക്കിൾ കമ്പനിയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. മണിക്കൂറുകൾ നീണ്ട തീപിടുത്തത്തിൽ പ്ലാസ്റ്റിക് ശേഖരം പൂർണ്ണമായും കത്തിനശിച്ചു. മണിക്കൂറുകളോളം ആളിപ്പടർന്ന തീയണയ്ക്കാൻ മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, ബീച്ച്, മുക്കം, നരിക്കുനി ഫയർ സ്റ്റേഷനുകളിൽ നിന്നും അഗ്നിരക്ഷാസേന പ്രവർത്തകരെത്തി തീയണച്ചു. തീപിടുത്തമുണ്ടായ സമയത്ത് കമ്പനിയിൽ തൊഴിലാളികളും തൊട്ടടുത്ത വീടുകളും ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി.